ഈ വർഷത്തെ പൂജാ ബമ്പർ നറുക്കെടുപ്പ് ഒന്നാം സമ്മാനമായ 12 കോടി JC 32 55 26 എന്ന ടിക്കറ്റിനാണ്. കൊല്ലത്ത് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചത്. രണ്ടാം സമ്മാനമായി 5 പേർക്ക് വീതം 1 കോടി രൂപ ലഭിക്കും. ഷീജ ചേരുന്നു. ഷീജ, നറുക്കെടുപ്പിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഷമ്മിയേതായാലും പൂജാ ബമ്പറിന്റെ നറുക്കെടുപ്പാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി നടന്നത്. ഇതിൽ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് 12 കോടിയാണ്. അതായത് രണ്ടാമത്തെ ഏറ്റവും വലിയ സമ്മാനത്തുകയാണ് പൂജാ ബമ്പറിന്റേത്. ഇതിൽ ഒന്നാം സമ്മാനം നേടിയ ടിക്കറ്റ് നമ്പർ JC 32 55 26 എന്ന ടിക്കറ്റിനാണ്. 12 കോടിക്ക് അർഹമായ ടിക്കറ്റ് നമ്പർ ഇതാണ്. ഇത് ആലപ്പുഴയിൽ നിന്നും വിറ്റ ടിക്കറ്റാണ്. കായംകുളം സബ് ഓഫീസിൽ നിന്നും ലയ S വിജയൻ എന്ന ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഇതിൽ രണ്ടാം സമ്മാനം 5 പേർക്കാണ്. 1 കോടി വീതം 5 പേർക്കാണ് രണ്ടാം സമ്മാനം. അതിന്റെ ടിക്കറ്റ് നമ്പറുകൾ ഇപ്രകാരമാണ്. 5 സീരീസിലായിട്ടാണ് ഈ സമ്മാനം വീതം വയ്ക്കുന്നത് 5 പേർക്കായി. അതിൽ J സീരീസിൽ 37 87 49 എന്ന ടിക്കറ്റ് നമ്പറിനും JB സീരീസിൽ 93 95 47 എന്ന സീരീസിനും JC സീരീസിൽ 61 66 13 എന്ന ടിക്കറ്റിനും JD സീരീസിൽ 21 1 0 0 4 എന്ന ടിക്കറ്റിനും JE സീരീസിൽ 58 44 1 8 എന്ന ടിക്കറ്റ് നമ്പറിനുമാണ് രണ്ടാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റുകൾ. അതായത് 1 കോടി വീതം 5 പേർക്ക് ഏകദേശം 39.56 ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ പൂജാ ബമ്പറിൽ വിറ്റുപോയത്. പൂജാ ബമ്പർ നറുക്കെടുപ്പിന്റെ വിശേഷങ്ങൾ നൽകിയത് ഷീജ. ടിക്കറ്റ് വിറ്റ കൊല്ലത്തെ കട ഉടമയുടെ പ്രതികരണത്തിലേക്ക്. ഒന്നാമത്തെ ബമ്പർ നമ്മുടെ വിൽപ്പനയിലാണ് നടന്നത്. അത് കഴിഞ്ഞിപ്പം BR 100ാമത്തെ ബമ്പറാണ് ഉള്ളത്. അത് നമുക്ക് വിൽക്കാൻ പറ്റിയത് വളരെ സന്തോഷം, വളരെ അഭിമാനിക്കുന്നു. ഒരു ലോട്ടറി കച്ചവടക്കാരൻ എന്ന നിലയിൽ നമുക്ക് എപ്പോഴും നമ്മൾ ഈ പ്രൈസ് വലിയ പ്രൈസുകൾ വിതരണം ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ യഥാർത്ഥ ഒരു ജോലിയുടെ ആ ഒരു സന്തോഷം വരുന്നത്. ആ രീതിയിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതുപോലെ ആയിരക്കണക്കിന് ലക്ഷാധിപതികളെ സൃഷ്ടിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥാപനമാണ് നമ്മുടേത്. സാറേ, എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ. വളരെ സന്തോഷം. കാരണം ഭാഗ്യങ്ങൾ കൊടുക്കുമ്പോഴാണ് നമ്മൾ ഒരു ഏജൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കൂടുതൽ ഒരു സന്തോഷം അനുഭവിക്കുന്നത്. ആ സന്തോഷത്തിലാണ് നമ്മൾ 1962 തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഞങ്ങൾ സെക്കൻഡ് ജനറേഷനാണ്. അപ്പോൾ ഞങ്ങളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ ഞങ്ങൾ രണ്ടുപേരും LLB ഒക്കെ കഴിഞ്ഞ ആളുകളാണ്. പഠിക്കുന്ന കാലപ്പം തൊട്ട് ഞങ്ങൾ ഈ ഫീൽഡിൽ തന്നെയാണ്. ഇതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. കൊല്ലത്തേക്ക് പൂജാ ബമ്പറിന്റെ ഒന്നാം സമ്മാനം എത്തിയിരിക്കുന്നു. രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, ഏത് കടയിലാണ് ഇത് വിറ്റത്? എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഷമി, നമുക്കത് കൊല്ലത്തെ സംബന്ധിച്ച് വീണ്ടും കൊല്ലത്തിന് ഇങ്ങനെ പലതരത്തിൽ സർക്കാരിൻ്റെ വികസന പദ്ധതികളാണെങ്കിലും ഒപ്പം തന്നെ ഇതുപോലെ കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന കാര്യത്തിലും കൊല്ലത്തിന് ലോട്ടറിയാണ്. നമ്മളിപ്പോൾ ഈ കേട്ട അവർ തന്നെയാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. ഈ ജയകുമാർ ലോട്ടറീസ്. ഇപ്പോൾ ഈ വിജയകുമാറിൻ്റെ ഭാര്യയുടെ പേരിലാണ് ഇതിൻ്റെ ഏജൻസി. അവർ കായംകുളം സ്വദേശിനിയാണ്. ഈ കടയിൽ നിന്ന് വിറ്റ ലോട്ടറിക്കാണ് ഈ ഒന്നാം സമ്മാനം, അല്ലേ? അതെ. ഈ ഇന്നത്തെ BR 100ൻ്റെ 12 കോടി ഈ കടയിൽ കൂടെ വിറ്റാണ്. അതുപോലെ തന്നെ ഓണബമ്പറിലെ സെക്കൻഡ് പ്രൈസ് 3 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ 1 കോടി ഇവിടെ നിന്നാണ് വിറ്റത്. അന്നേരം 1962 തുടങ്ങിയ ഒരു സ്ഥാപനമാണ് നമ്മുടെ. ഞങ്ങളുടെ അച്ഛൻ K ജനാർദ്ദനൻ നായരാണ് ഇത് തുടങ്ങി വെച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ 100 കണക്കിന് ലക്ഷാധിപതികളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു ലോട്ടറി ഏജന്റ് എന്ന നിലയിൽ നമുക്ക് വളരെ സന്തോഷം. ഓരോ ലോട്ടറികൾ ഇങ്ങനെ ഈ സമ്മാനങ്ങൾ വീഴുമ്പോൾ അത് പലർക്കും ഒരു പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ട ലോട്ടറി കച്ചവടക്കാർ. നിങ്ങൾ തന്നെ നടന്ന് ലോട്ടറി വിൽക്കുന്നവർക്ക് നിങ്ങൾ ഇവിടുന്ന് ലോട്ടറി കൊടുക്കുന്നുണ്ടാവും, അല്ലേ? അപ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു വലിയൊരു ആശ്വാസമല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത് തന്നെ ഇന്നത്തെ പ്രൈസ് തന്നെ ദിനേഷ് കുമാർ എന്ന് പറഞ്ഞൊരു സബ് ഏജന്റ് നടന്നു വിറ്റ ആണ്. അന്നേരം ഇത് നമ്മൾ വിൽക്കുക എന്ന് പറയുമ്പോൾ ഈ കടയിൽ കൂടി ഇവിടെ വന്നെടുത്ത ഭാഗ്യാന്വേഷികളിലൂടെ എത്തുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ലോട്ടറി ഏജന്റ് എന്ന നിലയിൽ ഈ പ്രൈസുകൾ, വലിയ പ്രൈസുകൾ സമൂഹത്തിന് വിതരണം ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു അർത്ഥം ഉണ്ടാകുന്നത്. അന്നേരം 1962, നേരത്തെ സൂചിപ്പിച്ച പോലെ 1962 മുതൽ ഈ 2024 വരെ ആയിരക്കണക്കിന് ലക്ഷാധിപതികളെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ ചെറിയ ഏജന്റുമാരുടെ കാര്യം പറയുമ്പോൾ ഈ ചെറിയ മുതൽ മുടക്കൽ മറ്റ് അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഈ ലോട്ടറി. ഏകദേശം 3 ലക്ഷത്തോളം പേരാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നത്.
വളരെ സാമ്പത്തികമായിട്ട് മോശമുള്ള ആളുകളാണ് കൂടുതൽ പേരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾക്ക് ഇതേ കണക്കൊരു 12 കോടി അടിക്കുക, അല്ലെങ്കിൽ അതിനകത്തൊരു 10% കമ്മീഷൻ കിട്ടുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലൊരു വലിയ അച്ചീവ്മെൻ്റാണ്. ആ അച്ചീവ്മെൻറ്റിൻ്റെ ഭാഗമാകാൻ സാധിച്ചാൽ നമ്മൾ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു 100%. ഞങ്ങൾ എല്ലാവരും അതിൽ അഭിമാനിക്കുന്നു. രാജ്കുമാർ, ഈ സബ് ഏജന്റ് ആണ് ലോട്ടറി വിറ്റതെന്ന് പറയുന്നു. ആ സബ് ഏജന്റ് ഏത് ഭാഗത്താണ് ലോട്ടറി വിറ്റത് തുടങ്ങിയ അവർക്ക് അറിയാമോ ശരിക്കും ആരാണ് ഈ ടിക്കറ്റ് വാങ്ങിയ ഭാഗ്യവാനെന്ന്? ഒരു ഒറ്റക്കാർ ഈ സബ് ഏജന്റ് എവിടെയാണ് ലോട്ടറി വിറ്റതെന്ന് അറിയാമോ? അതൊന്നും അറിയത്തില്ല. സബ് ഏജന്റ് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. വന്നെങ്കിൽ മാത്രമേ. എൻ്റെ പേരെന്താ സബ് ഏജന്റ്? ദിനേഷ് കുമാർ. ദിനേഷ് കുമാർ. അത് കറക്റ്റാണ്. ഈ ലോട്ടറിക്കുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, ലോട്ടറി വിൽപ്പനക്കാർ ഒരു സ്ഥലത്ത് നടന്ന് വിൽക്കുന്ന ആളുകളാണ് കൂടുതൽ. അപ്പോൾ ഈ അവരുടെ ടിക്കറ്റ് എവിടെയാണോ തീരുന്നത് അവിടുന്ന് റീഫിൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ദിനേഷ് കുമാർ എന്ന് പറയുന്ന ആളാണ് 22-ാം തീയതി എടുത്തിരിക്കുന്നതാണ്. 10 ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഷമ്മി, തീർച്ചയായും രാജ്കുമാർ, എന്തായാലും കൊല്ലത്ത് തന്നെ ഈ 12 കോടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. രാജ്കുമാറാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കായംകുളം സബ് ഓഫീസിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് 1ാം സമ്മാനം.